എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കൊക്കെ അറിയാവുന്ന കഥ സിനിമയൊക്കെ ആണെങ്കിലും നൊസ്റ്റാൾജിയ റീക്രിയേഷൻ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. അടിപൊളി. തിയേറ്ററിൽ അല്ലുവിൻ്റെ ഒരു പടം വന്ന് എൻജോയ് ചെയ്ത് എങ്ങനെയുണ്ടായിരുന്നു? ഒരു മിനിറ്റ് ഇപ്പോൾ തിയേറ്ററിൽ ആഘോഷിക്കാനെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ എങ്ങനെയായിരുന്നു? ഇപ്പോൾ 20 വർഷം കുറേ കാലം കൂടി ഇത്ര ആഘോഷിക്കാൻ ഒരു പടം കിട്ടിയിട്ടുണ്ടോ? സിനിമ തിയേറ്ററിൽ ഇത്ര ആഘോഷിക്കാൻ ഈ ഇടയ്ക്ക് ഇത്ര നല്ലൊരു പടം കിട്ടിയിരുന്നോ എന്ന്? 20 വർഷത്തിന് ശേഷം ബണ്ണീനെ ഒരു മല്ലുവാക്കി മാറ്റിയ പടം എങ്ങനെയുണ്ട് അത് കണ്ടു കഴിയുമ്പോൾ? ഒരു പുതിയ പടം കണ്ട പോലെ സന്തോഷം സത്യം പറഞ്ഞാൽ കിട്ടില്ല. അല്ല, ഈ പടം അത് റിലീസായപ്പോൾ നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരുന്നോ? പക്ഷേ ടിവിയിലാണ് സത്യത്തിൽ കണ്ടത്. പക്ഷെ അതൊക്കെ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിച്ച സാധനമാണ്. പക്ഷേ പ്രതീക്ഷിച്ചില്ലായിരുന്നു പറഞ്ഞ അങ്ങോട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പൊ കണ്ടിറങ്ങുമ്പോ ഉണ്ടല്ലോ ഒരു മനസ്സ് നല്ലൊരു എക്സ്പീരിയൻസ്. നമ്മളെ ചേർന്ന് അത് നല്ല സക്സസ് ആയി. എല്ലാം ഇതിനേക്കാളെല്ലാം അത് മികച്ചതായിട്ട് വിജയിപ്പിച്ചത് നിങ്ങളോടാണ് കടപ്പാട്. നിങ്ങളോടായിരിക്കും എന്ന് കടപ്പാട്. ഹാപ്പിയുടെ പ്രൊഡ്യൂസറിന് അപ്പുറത്തോട്ട് അല്ലുവിൻ്റെ ഫാൻ അല്ലെങ്കിൽ നല്ലൊരു മലയാളി ഓഡിയൻസ് ആയിട്ട് ഫാൻസിനൊക്കെ കാണുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതാണ് ഞാനിപ്പം പറയുന്നത്. ഞാനിപ്പം നിങ്ങളിലൊരാളാണ്. ഉറപ്പായിട്ട് ഞാൻ പറയാം. നിങ്ങളുടെ എൻജോയ്മെൻറ്റ് കണ്ട് ആസ്വദിച്ച നിങ്ങളിലൊരാളാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താ പറയുക, ആ സെലിബ്രേഷൻ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നല്ല രീതിയിൽ ഹാപ്പിയാണ്. താങ്ക്സ് ഓൾ ഓഫ് യു. അല്ലുവിൻ്റെ കരിയർ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഇനി നിമിഷം വരെ അല്ലുവിൻ്റെ ഒരുപാട് കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇനി എന്താ അതിനുള്ള ഒരു അവസരം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അല്ലുവിനെ എത്തിക്കും ഇങ്ങോട്ടേക്ക്. ഹാപ്പി റീ റിലീസ് അല്ലേ? എത്തിക്കും അല്ലുവിനെ. തീർച്ചയായിട്ടും അതിന് ശ്രമിക്കാം. കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രമിക്കാം. താങ്ക് യു. താങ്ക് യു.